ഹായ് ഫ്രണ്ട്സ്, ആംഗിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ MCQ എക്സാംസ് എങ്ങനെ സോൾവ് ചെയ്യണം, എങ്ങനെ തരത്തിൽ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ എക്സാമ്പിളായിട്ടാണ് വരുന്നത്. അതായത് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ, അതൊരു എക്സാമ്പിളായിട്ട് എടുത്തിട്ട് അതൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്തിട്ട് നമ്മൾ അതിലെ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒരു പെന്നും ഒരു ബുക്കും എടുക്കുക, ആവശ്യമായ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് വരുന്ന കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. നമ്മളിന്ന് എടുക്കുന്നത് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. എന്താണ്? ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. ഓക്കെ, ഇതിൻ്റെ കുറച്ച് കീ പോയിന്റ്സ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കീ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ്. ലോസ് ഓഫ് റിഫ്രാക്ഷൻസ് ഇതെല്ലാം വ്യക്തമായിട്ട് അറിയുന്നതാണ്. എന്താണ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് ആംഗിൾ ഈസ് ഈക്വൽ ടു റിഫ്ലക്റ്റഡ് ആംഗിൾ. ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നെൽസ് ലോ. എന്താണ്? സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റിനാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. എന്തായിരുന്നു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ സ്പീഡ്സ് ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെൻറ്റ് മീഡിയം. ഓക്കെ, പിന്നെ നമുക്കറിയാം സൈൻ കൺവെൻഷൻ. സൈൻ കൺവെൻഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. എന്താണെന്ന് വെച്ചാൽ അതിന് കറക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, ആദ്യം സൈൻ കൺവെൻഷനിൽ നമുക്ക് ഫോക്കൽ ലെങ്ത് എങ്ങനെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. അപ്പോൾ ഫോക്കൽ ലെങ്ത്തിനെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ കോൺവെക്സ് മിറർ ഉണ്ട്, കോൺവെക്സ് ലെൻസ് ഉണ്ട്, കോൺകേവ് മിറർ ഉണ്ട്, കോൺകേവ് ലെൻസും ഉണ്ട്. അപ്പോൾ ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എഫ് പോസിറ്റീവ് ആകും എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ കോൺവെക്സ് മിറർ ആയാലും കോൺവെക്സ് ലെൻസ് ആയാലും. അപ്പോൾ കോൺവെക്സ് എന്നുള്ള വേർഡ് ഉണ്ടല്ലോ, അത് റിലേറ്റഡ് ടു ഫോക്കൽ ലെങ്ത് പോസിറ്റീവ്. അതായത് കോൺവെക്സ്, ആ എക്സ് എന്നുള്ള സൈൻ നമ്മൾ വെറുതെ പോസിറ്റീവായിട്ട് വിചാരിച്ചാൽ മതി. തിയറിറ്റിക്കലി അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് പോസിറ്റീവാണ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്ക്. കോൺകേവ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺകേവ് ലെൻസ് ഓർ കോൺകേവ് മിറർ, അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഞാൻ ഈ എക്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ ഓക്കെ, ആ ക്രോസ് സൂചിപ്പിക്കുന്ന ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെന്ന് വെറുതെ വിചാരിച്ചാൽ മതി. അപ്പോൾ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണെന്ന് പ്രത്യേകം നമ്മൾ പറയില്ല. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഓൾവേസ് നെഗറ്റീവ്. നമുക്കൊരു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് വന്നാൽ അത് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. അതിൻ്റെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് എങ്കിലും അതൊന്നും നമ്മളെ ഈ സ്റ്റഡീസിൽ അത് ഉൾപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ ഈ 10th ബേസിലൊന്നും പഠിക്കാനില്ല. അപ്പോൾ യു ഓൾവേസ് നെഗറ്റീവ്, ഒന്നും ആലോചിക്കാനില്ല. ഓക്കെ, പിന്നെ വി എന്ന് പറഞ്ഞാൽ വിച്ച് ഡിപ്പെൻഡ്സ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഒബ്ജക്റ്റിൻ്റെ സെയിം സൈഡിലാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒബ്ജക്റ്റിൻ്റെ സെയിം സൈഡിലാണ് ഇമേജ് എങ്കിൽ ഒബ്ജക്റ്റും നെഗറ്റീവ് ആയിരിക്കും, ഇമേജ് ഡിസ്റ്റൻസും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്കും. ഒബ്ജക്റ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്തതെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് വിൽ ബി പോസിറ്റീവ്. ഓക്കെ, പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം. അതിന് നമുക്ക് കുറച്ച് ഇൻ്റർപ്രിറ്റേഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കാം, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവാണ്. അതായത് മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ പോസിറ്റീവാണ്. ആദ്യം മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് നമുക്കറിയാലോ, സൈസ് ഓഫ് ഇമേജ് ബൈ സൈസ് ഓഫ് ഒബ്ജക്റ്റ് ഓർ ഡിസ്റ്റൻസ് ടു ഇമേജ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ടു ഒബ്ജക്റ്റ്, അതാണ്. ഓക്കെ, അപ്പോൾ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിലേക്ക് നേരെ വരുന്നുണ്ടെങ്കിൽ ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. അതൊരു കോംബോ ആണ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ഓക്കെ, പിന്നെ എം നെഗറ്റീവ് ആണെങ്കിലോ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. എന്താണ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്? അതും ഒരു കോംബോ ആണ്. റിയൽ ആണെങ്കിൽ ഇൻവേർട്ടഡ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആണെങ്കിൽ റിയൽ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇൻവേർട്ടഡ് ഇമേജ് എന്നൊക്കെ പറയുള്ളൂ. നമ്മൾ മനസ്സിലേക്ക് വരണം അത് റിയൽ ഇമേജ് ആണ്, അതിൻ്റെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണ്. ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ പറഞ്ഞു ഒരു ഇമേജ് ഇറക്റ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് അപ്രൈറ്റ് ഇമേജ് ആണെന്ന് പറഞ്ഞു. അപ്രൈറ്റ് എന്ന് പറയാം, ഇറക്റ്റ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാകും? വെർച്വൽ ആണ്, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ലെൻസ് ഇക്വേഷനും മിറർ ഇക്വേഷനും. എന്താണ് മിറർ ഇക്വേഷൻ? 1/f is equal to 1/v plus 1/u. ലെൻസ് ഇക്വേഷൻ 1/f is equal to 1/v minus 1/u. ഓക്കെ, അത് താരതമ്യം ചെയ്ത്
തെറ്റിപ്പോകാതെ പഠിക്കണം. പിന്നെ പവർ ഓഫ് ലെങ്സ് എന്നാൽ 1/f. ഓക്കെ, അപ്പോൾ എഫ് പോസിറ്റീവ് ആകുമ്പോൾ പവർ ഓഫ് ലെങ്സും പോസിറ്റീവ് ആയിരിക്കും, എഫ് നെഗറ്റീവ് ആകുമ്പോൾ പവർ ഓഫ് ലെങ്സും നെഗറ്റീവ് ആയിരിക്കും. അതിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് നേരെ കിടക്കാം. ഓക്കെ, മെയിനായിട്ടുള്ള പോയിന്റ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ബാക്കിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് തോന്നും കുറേ സമയം എടുക്കുമല്ലോ, പക്ഷേ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്താൽ, ഈ രീതി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഒരൊറ്റ റീഡിങ്ങിൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുകയും ചെയ്യും, പെട്ടെന്ന് ആൻസർ ചെയ്യുകയും ചെയ്യും. ഫസ്റ്റ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്ക്. ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 20 സെൻറ്റിമീറ്റർ ഫ്രം എ കോൺവെക്സ് മിറർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് യു, അപ്പോൾ അവിടെ തന്നെ നമുക്ക് എഴുതാം യു. പിന്നെ എന്താണ് പറഞ്ഞത്, യു ഓൾവേസ് നെഗറ്റീവ് എന്ന് പറഞ്ഞു. അപ്പോൾ യു ഇസ് ഈക്വൽ ടു -20 സെൻറ്റിമീറ്റർ. പിന്നെ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞു, സോ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, പിന്നെ ഇമേജ് ഈസ് ഫോംഡ് 12 സെൻറ്റിമീറ്റർ എവിടെയാണെന്ന് നോക്കണം, ഫ്രം ദ മിറർ. ഓക്കെ, എന്നേ പറഞ്ഞിട്ടുള്ളൂ, മിററിനെ പറഞ്ഞിട്ടുള്ളൂ. അത് എവിടെ, സെയിം സൈഡ് ഓഫ് ഒബ്ജക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഒബ്ജക്റ്റ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാം, അതിനുള്ളൊരു ഐഡിയ ഇവിടെ ഉണ്ട്. എന്താണ്, കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിറർ എപ്പോഴും വെർച്വൽ ഇമേജ് ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പോൾ വെർച്വൽ ഇമേജ് എപ്പോഴും മിററിൻ്റെ കേസിൽ ഓപ്പോസിറ്റ് സൈഡാണ് വരിക. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ വിയുടെ സൈനും പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് ഇനി അതിൻ്റെ ഇക്വേഷൻ എഴുതാം. എന്തായിരുന്നു, 1/f is equal to 1/u v plus 1/u. ഇത് വരുമ്പോൾ 1/v is 12 plus 1/-20. 1/-20. ഓക്കെ, ഇനി നമ്മളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് സ്പീഡാക്കണം കേട്ടോ. ഡിവൈഡ് ബൈ -20 × 12. ഇനി നോക്കുക, അവിടെ ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് വരിക, -8 എന്ന് വരും. ഓക്കെ, ഞാനിവിടെ എഴുതാണ് -8 ഡിവൈഡ് ബൈ, ഒരിക്കലും ഇത് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കാനേ പാടുള്ളൂ. ഓക്കെ, വലിയ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ. ഓക്കെ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ ക്യാൻസൽ ചെയ്യുക. 4 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 വരും, ഇവിടെ 3 വരും. അഗൈൻ 2 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 10 വരും. അപ്പോൾ ഫൈനൽ ആൻസർ 1/30 എന്ന് വരും. അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്ത് വരും, 30 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്, ബി ആണ്. ക്ലിയർ ആണോ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്താ പറയുന്നത്, ഒബ്ജക്റ്റിൻ്റെ സൈസ് തന്നിട്ടുണ്ട്. സൈസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്താണ്, ഒബ്ജക്റ്റിൻ്റെ സൈസ് നമ്മൾ എച്ച് എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ചാണ് എഴുതുന്നത്. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. ഈസ് perpendicular axis to concave mirror. The distance of object from the mirror equals to, ഇതാണ് ഹിന്റ് കേട്ടോ, ഈക്വൽസ് ടു റേഡിയസ് ഓഫ് കർവേച്ചർ. അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് മിറർ എന്ന് പറഞ്ഞാൽ 2 ടൈം ഫോക്കൽ ലെങ്ത് ആയിരിക്കും. ഓക്കെ, 2 ടൈം ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും പ്ലേസ് ചെയ്ത്, സെൻറ്ററിലായിരിക്കും. നമുക്കറിയാം, സെൻറ്ററിൽ പ്ലേസ് ചെയ്താൽ അവിടെ തന്നെയാണ് ഇമേജ് വരിക. ഇമേജും ഒബ്ജക്റ്റും ഒരേ പോയിന്റിൽ വരും. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നെയാണ്. രണ്ടും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് സെയിം സൈന് തന്നെ വരും. പിന്നെന്താണ്, സെയിം മാഗ്നിഫിക്കേഷൻ 1 എന്ന് വരും. മാഗ്നിഫിക്കേഷൻ 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാഗ്നിഫിക്കേഷൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈസ് ഓഫ് ഇമേജ് ഡിവൈഡ് ബൈ സൈസ് ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ 1 എന്ന് പറയുമ്പോൾ എന്താണ്, സൈസ് ഓഫ് ഇമേജ് ആൻഡ് സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആർ ഈക്വൽ. അപ്പോൾ സൈസ് ഓഫ് ഒബ്ജക്റ്റ് ഇവിടെ 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഇവിടെ 2 സെൻറ്റിമീറ്റർ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ഇത് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ ടൈം എടുക്കുന്നത്. നിങ്ങളിത് വായിക്കുമ്പോൾ ഈ ഒരു ഐഡിയ ഒക്കെ മനസ്സിലേക്ക് വന്നാൽ ഒരൊറ്റ സ്പോട്ടിൽ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. എന്താണ്, അഗെയിൻ 2 സെൻറ്റിമീറ്റർ ഹൈ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അഗെയിൻ എച്ച് ഇസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. Place perpendicular to axis. The distance of object from the mirror is 30 centimeter. എന്ന് പറഞ്ഞാൽ എന്താ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് എഴുതണം, അത് മറന്നു വരുന്നത്, -30 സെൻറ്റിമീറ്റർ. ആ -30 എന്നൊന്നും ക്വസ്റ്റ്യനിൽ പറയില്ല, നിങ്ങളിപ്പോൾ കണ്ടതാണ്, 2-3 ക്വസ്റ്റ്യൻ കണ്ടതാണ്. അങ്ങനെ തരില്ല. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ഇട്ടുകൊള്ളാം. പിന്നെ ആൻഡ് ഇമേജ് ഇസ് ഫോംഡ് 60 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇമേജ് നമ്മൾ ബി ഇസ് ഈക്വൽ ടു 60 വരും. പക്ഷേ അവിടെ നമുക്ക് സൈൻ ഇടാനായിട്ടില്ല. അത് എവിടെയാണ് ഇമേജ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടില്ല. നോക്കാം,
ഓൺ ദ സെയിം സൈഡ് ഓഫ്, കണ്ടോ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ, ഓൺ ദ സെയിം സൈഡ് ഓഫ് മിറർ ആസ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഉള്ള അതേ സൈഡിലാണ് ഉണ്ടായത്. അപ്പോൾ സെയിം സൈൻ തന്നെ ഇടണം, മീൻസ് നെഗറ്റീവ് തന്നെ ഇടണം. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ഇമേജ് ഫോൺ. അപ്പോൾ ഹൈറ്റാണ് ചോദിച്ചത്. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കുമ്പോൾ അവിടെ നമ്മൾ പോയിന്റ് ചെയ്യുന്നത് മാഗ്നിഫിക്കേഷനിലേക്കാണ്. കാരണം ഹൈറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒറ്റ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. എന്താണ്? m = h'/h. പിന്നെ മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, m - v/u. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ -60, അതായത് v -60 കേട്ടോ, ഡിവൈഡ് ബൈ u എന്താണ്? -30 ആണ്. ഇത് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോയാൽ -2 എന്ന് കിട്ടും. അഗൈൻ നമ്മളെന്താ ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് നമ്മളത് അങ്ങോട്ട് പുട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? -2 = h'/size 2. അപ്പോൾ h' നമുക്ക് എന്ത് കിട്ടും? 2 × -2 4 സെൻറ്റിമീറ്റർ കിട്ടും. -4 ആണ് കിട്ടുക. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് സൈസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ നമുക്ക് 4 തന്നെ ആൻസർ ഉണ്ട്. ആൻസർ എ ആയിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. When a light travels from one medium to another medium. അപ്പോൾ അതായത് ഒരു ലൈറ്റ് ഒരു ട്രാവലിൽ നിന്ന് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് പോവാണ്. അപ്പോൾ രണ്ട് മീഡിയത്തിനും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വ്യത്യാസമായിരിക്കും. ഓക്കെ, ദെൻ ദ ക്വാണ്ടിറ്റീസ് വിച്ച് വിൽ ചേഞ്ച്. എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് ചേഞ്ച് ചെയ്യുക? എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വേവിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ആവില്ല. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ, അത് പാസ് ചെയ്യുമ്പോൾ ഒരിക്കലും അതിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ആവില്ല. അപ്പോൾ ഫ്രീക്വൻസി ചേഞ്ച് ആയിട്ടില്ല എങ്കിൽ നമുക്ക് പിന്നെ നമുക്കറിയാം സ്പീഡ് എന്തായാലും ചേഞ്ച് ആവുന്നുണ്ട്. കാരണം സ്പീഡിൻ്റെ റേഷ്യോ വെച്ചിട്ടാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം, v = f⁴. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എഫ് ചേഞ്ച് ആകുന്നില്ല. അപ്പോൾ വി ചേഞ്ച് ആകണമെങ്കിൽ അവിടെ വേവ് ലെങ്ത്തും ചേഞ്ച് ആവണം. ആൻസർ എന്താണ്? വേവ് ലെങ്ത് ആൻഡ് വെലോസിറ്റി. ഓക്കെ, ഇത് വേണമെങ്കിൽ നമ്മൾ പണ്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. കാരണം ഫ്രീക്വൻസി ചേഞ്ച് ആവില്ല എന്ന് ഉറപ്പാണെങ്കിൽ ബാക്കി 3 ഓപ്ഷനിലും അവിടെ എന്തുണ്ട്? ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ആ 3 ഓപ്ഷൻ നമുക്ക് തള്ളിക്കളയാം. ആൻസർ ഡി എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് എത്ര 100 millimeter ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ എന്ത് കൊടുക്കണം? -100 millimeter. ഓക്കെ, വിച്ച് പ്രൊഡ്യൂസ് അപ്രൈറ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ വെർച്വൽ ഇമേജ് ഉണ്ടാക്കി. ഓക്കെ, അപ്രൈറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. വെർച്വൽ നമുക്ക് മനസ്സിലാക്കാം, കാരണം ഇറക്റ്റ് വെർച്വലൊക്കെ ഒരൊറ്റ കോമ്പാണ്. പിന്നെന്താ? മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ്. ഞാനത് ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞതാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ മനസ്സിൽ വേണം. പിന്നെ ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ഇമേജ്, അതായത് റേഡിയസ് എവിടെയായിരിക്കും വിത്ത് റെസ്പെക്ട് ടു 100 millimeter എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ എന്താണ്? വെർച്വൽ ഇമേജ് ആണ് ഉണ്ടായത്. വെർച്വൽ ഇമേജ് എവിടെ ഉണ്ടാവുക? ഒരു കോൺകേവ് മിററിൻ്റെ എവിടെ വെക്കുമ്പോഴാണ് വെർച്വൽ ഇമേജ് ഉണ്ടാവുക? ബിറ്റ്വീൻ എഫ് ആൻഡ് പി. അപ്പോൾ ബിറ്റ്വീൻ എഫ് ആൻഡ് പി വെച്ചാണ് ഈ ഇറക്റ്റ് ഇമേജ് ഉണ്ടായത്. അപ്പോൾ ഈ 100 millimeter എവിടെയാണ്? ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണ്. അപ്പോൾ ബിറ്റ്വീൻ എഫ് ആൻഡ് പി എന്ന് പറയുമ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? ഗ്രേറ്റർ ദാൻ. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഇതിൻ്റെ ഡബിൾ. കാരണം ഫോക്കസിൻ്റെ ഡബിളായിരിക്കും റേഡിയസ് ഉണ്ടാകുക. ഫോക്കസിനേക്കാളും ചെറുതാണ് 100 millimeter നമുക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 200, അതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പം ഏറ്റവും നല്ല ആൻസർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 200 millimeter ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വിച്ച് പൊസിഷൻ ഓഫ് ഒബ്ജക്ട് പ്രൊഡ്യൂസ് എ മാഗ്നിഫൈഡ് ആൻഡ് വെർച്വൽ ഇമേജ്. അതായത് വലിയ മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റിനാണ് സൈസ് കൂടിയ ഇമേജ്, പിന്നെ വെർച്വൽ ആയിരിക്കണം, പിന്നെ ഇറക്റ്റീവ് ആയിരിക്കണം. പിന്നെ ഇവിടെ എന്താ തോന്നുന്നത്? കോൺകേവ് മിററാണ്. നമുക്കറിയാം കോൺകേവ് മിററിൽ എവിടെ വെച്ചാണ് ഇമേജ് വെർച്വൽ ആകുക? ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണ്. ഇവിടെ ഫോക്കൽ ലെങ്ത് നമ്മൾ 15 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 15-ൻ്റെ 0-ൻ്റെ ഇടയിലുള്ള നമ്പർ ഏതാ അവിടെ ഉള്ളത്? 10. ഒരൊറ്റ ലുക്ക് കൊണ്ട് നമുക്ക് ആൻസർ കിട്ടും, ഒരു കാൽക്കുലേഷനും ഇല്ല. അപ്പോൾ ആൻസർ എ. ഇങ്ങനെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിമ്പിളാണ്. ഓക്കെ, എ കോൺകേവ് മിറർ പ്രൊഡ്യൂസസ് മാഗ്നിഫിക്കേഷൻ ഓഫ് +4 ആണ് കേട്ടോ. അതായത് +4 ആണ്, ശ്രദ്ധിക്കണം. പോസിറ്റീവ് എന്നുള്ള സൈൻ അവിടെ ഉണ്ട്. പിന്നെ കോൺകേവ് മിററാണ്. ഓക്കെ, അപ്പോൾ കോൺകേവ് മിററിൽ വെർച്വൽ ഇമേജ് +4 എന്ന് പറഞ്ഞാൽ എന്താ? +4 എന്ന് പറഞ്ഞാൽ വെർച്വൽ ഇമേജ് ആണ്. അത് എവിടെ ഉണ്ടാവാൻ നോക്കിയാൽ പോരാ. വെർച്വൽ ഇമേജ് ഉണ്ടാവുക അറ്റ് ഫോക്കസ് ആണ്, അല്ല
ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് സെൻറ്റർ എഫ് ആൻഡ് സി, ബിറ്റ്വീൻ എഫ് ആൻഡ് സി അല്ല, നമുക്കറിയാം ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണെന്ന് നമുക്കറിയാം. ജസ്റ്റ് നോക്കി എഴുതാനേ ഉള്ളൂ. ഓക്കെ, ആൻസർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ റേ ഓഫ് ലൈറ്റ് ട്രാവലിംഗ് ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ബൗണ്ടറി ഓഫ് പാരലൽ ഗ്ലാസ് സ്ലാബ്. അതായത് ഒരു ഗ്ലാസ് സ്ലാബ് ഇവിടെ എങ്ങനെയുണ്ട്, അതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു റേ പോവാണ്. ഓക്കെ, എപ്പോഴും മനസ്സിലാക്കുക, പെർപെൻഡിക്കുലറായിട്ട് ഒരു ഇൻസിഡൻറ്റ് റേ വന്നാൽ അത് യാതൊരു റിഫ്രാക്ഷനും ഉണ്ടാക്കാതെ നേരെ തന്നെ പാസ് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കുക അവിടെ. ഇറ്റ് റിഫ്രാക്റ്റഡ് ടുവേർഡ്സ് നോർമൽ, നോർമലിൻ്റെ അടുത്തേക്ക് റിഫ്രാക്റ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു ആൻസർ കൺസിഡർ ചെയ്യാവുന്നതാണ്. നോക്കട്ടെ, റിഫ്രാക്റ്റഡ് അവേ ഫ്രം ദ നോർമൽ അലോങ് ദ സെയിം പാത്ത്. കണ്ടോ, കറക്റ്റ് ആൻസർ ഇവിടെ ഉണ്ട്. ഈസ് റിഫ്രാക്റ്റഡ് അലോങ് ദി സെയിം പാത്ത്, അതായത് സെയിം പാത്തിൽ തന്നെ റിഫ്രാക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാലും ഒരേ ആൻസറാണ്. ഓക്കെ, ഡു നോട്ട് ഗെറ്റ് റിഫ്രാക്റ്റഡ്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു പാത്ത് ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളൂ, സ്പീഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ. ഓക്കെ, അപ്പോൾ ആക്ച്വലി റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ആൻസർ എന്ന് പറഞ്ഞാൽ അലോങ് ദി സെയിം പാത്താണ്. ഇവിടെ സ്പീഡിനൊക്കെ ചേഞ്ച് വരുന്നുണ്ട്, സോ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ എന്തായിരിക്കും, സെയിം പാത്തിലായിരിക്കും. അപ്പോൾ ആൻസർ സി ആണ് ഏറ്റവും നല്ല ആൻസർ. ഓക്കെ ഓക്കെ അടുത്ത നോക്കാം. ദ വെലോസിറ്റി ഓഫ് എ ലൈറ്റ് ഇൻ എയർ. ഓക്കെ, എയറിൽ തന്നിട്ടുണ്ട്, പിന്നെ ഗ്ലാസ്സിലും തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീഡ് ഓഫ് എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് അല്ല. ഓക്കെ, അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് എന്ന് വേണം കരുതാൻ. ഓക്കെ, അപ്പോൾ എന്ത് വരും, 3 × 10⁸ ഡിവൈഡ് ബൈ 2 × 10⁸. ഇതൊക്കെ ക്യാൻസൽ ചെയ്തു. ആൻസർ 3/2 1.5. ആൻസർ സി, സിമ്പിൾ. ഓക്കെ, യാതൊരു ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഐഡിയ മനസ്സിലാക്കിയാൽ മതി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്പീഡ് ഓഫ് എയർ നേരെ തിരിച്ചാട്ടോ, സ്പീഡ് ഓഫ് എയർ ഡിവൈഡ് ബൈ ഗ്ലാസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. The perpendicular distance between incident and emergent ray when a light is incident obliquely on a refracting slab is called. അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചെന്താണെന്ന് വെച്ചാൽ മനസ്സിലായിട്ടില്ലെങ്കിൽ, ഓക്കെ, ഒരു ഇൻസിഡൻറ്റ് റേ ഉണ്ടാവും. ഓക്കെ, ഗ്ലാസ് സ്ലാബിലേക്ക് ഒരു ഇൻസിഡൻറ്റ് റേ ഉണ്ടാവും. അതെന്ത് ചെയ്യും, ടുവേർഡ്സ് നോർമൽ റിഫ്രാക്റ്റ് ആവും, പിന്നെ അവേ ഫ്രം ദി നോർമൽ റിഫ്രാക്റ്റ് ആവും, ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻസിഡൻറ്റ്, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ്. ഓക്കെ, ഇതാണ് ആക്ച്വൽ പാത്ത് ഓഫ് റേ അല്ലെങ്കിൽ എമർജിങ് പാത്ത് ഓഫ് ലൈറ്റ്. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്താണ് വിളിക്കുക, എല്ലാവർക്കും അറിയുന്നതാണ് ലാറ്ററൽ ഷിഫ്റ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, നന്നായി ശ്രദ്ധിക്കാം. അതായത് ഒരു ലെൻസ് ഉണ്ട്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് 12 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫോക്കൽ ലെങ്ത് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് കോൺവെക്സിൻ്റെ ആണോ കോൺകേവിൻ്റെ ആണോ എന്ന് അറിയില്ല നമുക്ക്. അപ്പോൾ അതാദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഇത് ഏത് മിററാണ് അല്ലെങ്കിൽ ഏത് ലെൻസാണ് പറഞ്ഞത്. ലെൻസാണ് നമുക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, മിറർ ഇവിടെ നോക്കാം. ഇവിടെ എന്താണ്, ഇറക്റ്റ് ഇമേജ് ആണ് ഉണ്ടാകുന്നത്, അതായത് വെർച്വൽ ഇമേജ് ആണ് ഉണ്ടാകുന്നത്. 3 ടൈംസ് സൈസും ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ലെൻസാണ്, കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും. കോൺകേവ് ലെൻസ് നമുക്കറിയാം ചെറിയ ഇമേജസ് ഉണ്ടാവും അല്ലേ, ചെറിയ ഇമേജസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒബ്ജക്റ്റിനുള്ള സൈസ് കുറഞ്ഞ ഇമേജസ് ഉണ്ടാവും. ഇവിടെ 3 ടൈംസ് ഗ്രേറ്റർ അല്ലേ, സോ എന്തായാലും അത് കോൺവെക്സ് ആണെന്ന് നമുക്ക് ആലോചിക്കാം അല്ലേ, കാരണം വലിയ ഇമേജ് ഉണ്ടായി, മോർ ദാൻ ഒബ്ജക്റ്റ് ഇമേജ് ഉണ്ടായി. സോ അതെന്താണ്, കോൺവെക്സ് ആണ്. സോ ഇതെന്താണ്, എഫ് എന്താണ്, പോസിറ്റീവ്. ഓക്കെ, പിന്നെ എന്ത് പറഞ്ഞു, 3 ടൈംസ് മാഗ്നിഫൈ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇറ്റ് ഈസ് 3 ടൈംസ് ഓഫ് ഒബ്ജക്റ്റ് എന്നാണ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ആണ് അവിടെ തന്നത് 3 എന്ന് പറഞ്ഞാൽ. അത് +3 ആണ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം എന്താണ്, ഇറക്റ്റ് ഇമേജ്, ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ വെർച്വൽ ആണ്, വെർച്വൽ എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ്. ഓക്കെ, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് നോക്കാം എന്താണ്, m is equal to, ഇക്വേഷൻ എന്താണ്, m is equal to -v/u, ലെൻസിൻ്റെ കേസ് +v/u. അപ്പോൾ 3 is equal to v/u. സോ v is equal to 3. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ്.
പിന്നെ നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ് ലെൻസിൻ്റെ ഇക്വേഷൻ? ലെൻസ് ഫോർമുല എന്താണ്? 1/f is equal to 1/v minus 1/u. നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? 1/12 is equal to 1/, ഓക്കെ, 1/v ആണ്. v is 3 times u ആണ്. ഓക്കെ, v is 3 times u. v രണ്ടും ഒരേ സൈഡിലായതുകൊണ്ട് നെഗറ്റീവ് കൊടുക്കണം അല്ലേ. -3u minus 1/-u. ഓക്കെ, അത് ചെയ്യുമ്പോൾ എന്ത് വരും? 1/, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -u, പിന്നെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ +3u ഹോൾ ഡിവൈഡഡ് ബൈ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3u². മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ 1/12 is equal to, ഇത് ആഡ് ചെയ്താൽ എന്താ കിട്ടുക? +2u എന്ന് കിട്ടും അല്ലേ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ +2u എന്ന് കിട്ടും. അപ്പോൾ 2u ഡിവൈഡ് ബൈ 3u² എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്ത് കഴിയുന്നു. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? u is equal to, ഞാൻ അത് ക്രോസ് മൾട്ടിപ്ലൈ ആണ്, 2 × 12 ഡിവൈഡ് ബൈ 3, ആൻസർ എന്ത് കിട്ടും? 4. 2 × 4 8 എന്ന് കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ u 8 ആണ്. അപ്പോൾ v എത്രയാണ്? v is equal to 3 times u, അതായത് 3 × 8, ആൻസർ 24. അപ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അതായത് ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. അതായത് ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ പിന്നിൽ 3 ടൈംസ് സൈസായിട്ട് ഇമേജ് ഉണ്ടാവും. ഇവിടെ ഒബ്ജക്റ്റ്, ഇത് ഇമേജ്. ഇപ്പോൾ ഇവിടെ എത്രയാണ്? 8 ആണ്. ഇവിടെ അഗൈൻ 24 ആണ്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 16 ആയിരിക്കും അതിൻ്റെ ഗ്യാപ്പ് വരെ. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ 16. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. An object is placed 21 cm from converging lines. Converging എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ f is equal to, അല്ല, u is equal to -21 cm. Image is formed slightly smaller than object. ചെറുതായിട്ട് കുറവാണ്. If the object is placed at distance of, അതായത് ഇത് u1 ആണ്, അടുത്തത് വേറൊരു സ്ഥലത്ത് വെച്ചു 19 cm. ഓക്കെ, അപ്പോൾ ഇമേജ് ഇസ് ഫോംഡ് സ്ലൈറ്റ്ലി ലാർജർ. അപ്പോൾ കിട്ടുന്ന ഇമേജ് കുറച്ച് വലുതായി. അതായത് 21 സെൻറ്റിമീറ്ററിൽ വെച്ചാലും കിട്ടിയ ഇമേജ് കുറച്ച് ചെറുതും, പിന്നെ 19 സെൻറ്റിമീറ്ററിൽ വെച്ചാലും കുറച്ച് വലുതുമായി. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ് ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? 20 വെച്ചാൽ മതി. നമുക്ക് 20 വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 90 വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെറുതായി. ഓക്കെ, 21 വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലുതായി. മീൻസ് അതിൻ്റെ നേരെ ഗ്യാപ്പിൽ വെച്ചാൽ എക്സാക്ട് സൈസ് കിട്ടും. അപ്പോൾ 20 വെച്ചാൽ എക്സാക്ട് സൈസ് കിട്ടും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. കറക്റ്റ് അല്ല എങ്കിലും അസ്യൂം ചെയ്യാം. അപ്പോൾ 20 സെൻറ്റിമീറ്ററിൽ വെച്ചാൽ എക്സാക്ട് സൈസ് കിട്ടി. മീൻസ് എവിടെ വെച്ചാലാണ് എക്സാക്ട് സൈസ് കിട്ടുക? സെൻറ്ററിൽ വെച്ചാലാണ് എക്സാക്ട് സൈസ് കിട്ടുക. അപ്പോൾ അതിൻ്റെ നേരെ ഹാഫാണ് എന്ത്? ഫോക്കൽ ലെങ്ത്ത്. ഫോക്കൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്, 10 ആണ്. 20യുടെ നേരെ ഹാഫ് 10. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 10 mm long or pin placed vertically in front of a concave mirror. ഓക്കെ, ഒരു കോൺകേവ് മിററിൻ്റെ മുന്നിൽ വെച്ചു. 5 cm long image of all pin is formed at 30 cm in front of mirror. ഓക്കെ, ഇമേജ് എവിടെ ഉണ്ടായത്? 30 സെൻറ്റിമീറ്ററിലാണ് ഇമേജ് ഉണ്ടായത്. ദ ഫോക്കൽ ലെങ്ത്, സിമ്പിളാണ് ക്വസ്റ്റ്യൻ. ആദ്യം യു തന്നു. ഓക്കെ, യു അല്ല, അതിൻ്റെ എത്ര ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചത് കേട്ടോ. ലെങ്ത് ആണ് തന്നത്. സോ h is equal to 10 mm. ഓക്കെ, 5 mm ലോങ് പിൻ ഈസ് ഫോംഡ്. അതായത് അതിൻ്റെ ഇമേജിൻ്റെ സൈസ് തന്നിട്ടുണ്ട്. എത്ര? h' is equal to 5 mm ആണ്. All pin is formed at 30 cm in front of the mirror. ഫ്രണ്ടിൻ്റെ സെയിം സൈഡിൽ, അതായത് ഇൻ ഫ്രണ്ട് ഓഫ് മിറർ എന്ന് പറഞ്ഞാൽ സെയിം സൈഡിലാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ സെയിം സൈഡിൽ ഫോം ചെയ്യുന്നത് അത് കോൺകേവ് ആയിരിക്കണം അല്ലേ. കോൺകേവ് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ്? 30 ആണ്. സെയിം സൈഡിലായതുകൊണ്ട് -30 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ആദ്യം ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം, എന്നിട്ട് നമുക്ക് ഫോക്കൽ ലെങ്ത്തിലേക്ക് പോകാം. ഓക്കെ, ആ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? h' by h ആണ്. ഓക്കെ,
എച്ച് ഡാഷ് ബൈ എച്ച് ആണ്. പിന്നെ ഇത് സെയിം സൈഡിലാണ്, ഇത് മിററിൻ്റെ സെയിം സൈഡിൽ വന്നാൽ എന്താണ്, അത് റിയൽ ഇമേജ് ആയിരിക്കും. അപ്പോൾ എം എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്താണ് 5/10 ആണ്. ഓക്കെ, 5 is h dash, 10 is h, മീൻസ് 1/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, -1/2 ആയിരിക്കും. അതിലൊന്നും ആലോചിക്കാനില്ല, സെയിം സൈഡിലാണ്. ഓക്കെ, ഇനി മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്താ, മിററിൻ്റെ -v/u എന്നാണ്. ഓക്കെ, അപ്പോൾ -1/2 is equal to -30/u. ഓക്കെ, ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യുവിൻ്റെ ആൻസർ എത്ര കിട്ടും, u is equal to -60 എന്ന ആൻസർ കിട്ടും. ചെയ്ത് നോക്കിയാണ്, -60 എന്ന ആൻസർ കിട്ടും. അപ്പോൾ യുവും കിട്ടി, വിയും കിട്ടി. ഇപ്പോൾ നമുക്ക് പറയാമല്ലോ 1/f is equal to എന്താണ് ഇക്വേഷൻ, 1/v plus 1/u എന്ന് പറഞ്ഞാൽ 1/-30 plus 1/-60. ഓക്കെ, അഗൈൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -90, ഞാനത് ഡയറക്റ്റ് ചെയ്യണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -90 /30 × 60 എന്നാണ് വരിക. ഞാൻ ഡയറക്റ്റ് ചെയ്യണം. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3 എന്ന് കിട്ടും. 3 and 60 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ -1/20 എന്ന് കിട്ടും. സോ f is equal to -20, ആൻസർ ബി. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഒരു ലൈറ്റ് അത് ഫ്രം എ ടു ബി ആണ്, അതായത് ഇവിടെ മീഡിയം എ ഇതാണ്, ബി ഇതാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഇതാണ് ബൗണ്ടറി, ഇത് നോർമൽ അല്ല, തെറ്റിപ്പോകരുത് കേട്ടോ. ഓക്കെ, പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം റിലേറ്റീവ് എ വിൽ ബി ഗ്രേറ്റർ ആണോ ലെസ്സർ ആണോ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാണ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇതാണ്. ഓക്കെ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അപ്പോൾ ഇൻസിഡൻ്റ് ആംഗിൾ വലുതും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ചെറുതും ആകുന്നത് എപ്പോഴാണ് ചെറുതാവുന്നത്, ഹയർ ഡെൻസർ ടു ലോവർ ഡെൻസിറ്റിയിലേക്ക് പോകുമ്പോഴാണ്. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കാറുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡെൻസർ ടു റയർ പാസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഡെൻസർ ടു റയർ പാസ് ചെയ്യുമ്പോൾ ഇതെന്താണ്, റയർ മീഡിയമാണ്, ഇത് ഡെൻസർ മീഡിയമാണ്. നമ്മളോട് ചോദിച്ച റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആണ്. അതെന്തായിരിക്കും, <1 ആയിരിക്കും. ഓക്കെ, കാരണം എന്താ, ഇതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്, ഇതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്, ഇത് ഹൈ ഡെൻസ് ആണ്. ഓക്കെ, യൂണിറ്റി ആണ് അവിടെ ആൻസർ വരിക കേട്ടോ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. കോൺവെക്സ് ലെൻസ് ഹാസ് 4 ഡയോപ്റ്റർ പവർ 4 ഡയോപ്റ്റർ ആണ്. ഓക്കെ, ഫോക്കൽ ലെങ്ത് 0.25 മീറ്റർ. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. പവർ ഈസ് ഈക്വൽ ടു 1/f ആണ്. ഓക്കെ, അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ 1/4. ഓക്കെ, അല്ലെങ്കിൽ പവർ എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 4 ഈസ് ഈക്വൽ ടു 1/, ഇവിടെ ഫോക്കൽ ലെങ്ത് എടുക്കുന്നത് എന്തായിരിക്കണം, മീറ്ററിലായിരിക്കും, f. അപ്പോൾ f ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 1/4 ഈസ് ഈക്വൽ ടു 0.25 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റാണ്, ഫസ്റ്റ് വൺ കറക്റ്റാണ് അല്ലേ. കോൺവെക്സ് ലെൻസസ് ഡയോപ്റ്റർ ഇതാണ്, ഫസ്റ്റ് വൺ തന്നെ കറക്റ്റാണ്. ഓക്കെ, നമ്മൾ ബാക്കിയും കൂടെ ചെക്ക് ചെയ്യാം. കോൺവെക്സ് ലെൻസസ് -4 ഡയോപ്റ്റർ, അത് തെറ്റാണ്. കോൺവെക്സ് ലെൻസിന് ഒരിക്കലും നെഗറ്റീവ് പവർ വരില്ല. കോൺകേവ് ലെൻസസ് 4 ഡയോപ്റ്റർ, അതും തെറ്റാണ്. കാരണം എന്താ, കോൺകേവ് ലെൻസിന് പോസിറ്റീവ് പവർ വരില്ല. പിന്നെ കോൺകേവ് ലെൻസസ് -4 ഡയോപ്റ്റർ, ഫോക്കൽ ലെങ്ത് ഇത് ഫോക്കൽ ലെങ്ത്. ഓക്കെ, ഫോക്കൽ ലെങ്ത് ഇത് ന്യൂമറിക്കലി കറക്റ്റാണ്, പക്ഷേ സൈൻ അവിടെ തെറ്റും. ഓക്കെ, സൈൻ അവിടെ തെറ്റും. അപ്പോൾ ആൻസർ ഫസ്റ്റ് ആൻസറാണ് കൂടുതൽ നല്ല ആൻസർ. ഓക്കെ, എ ആണ് 15th ആൻസർ. ഓക്കെ, ഇനി 16th നോക്കാം. അപ്പോൾ അതായത് റേ ഫ്രം സൺ കൺവേർജസ് അറ്റ് പോയിന്റ് 12 cm in front of a mirror. ഓക്കെ, അതായത് ഇൻഫിനിറ്റി എന്ന് സൺ റേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അറൈവ് ഫ്രം ഇൻഫിനിറ്റി എന്ന് വരികയാണ്. ഇൻഫിനിറ്റി എന്ന് വരുന്ന റേ 15 cm കൺവേർജ് ചെയ്തു പറഞ്ഞാൽ അത് ഫോക്കൽ ലെങ്ത് ആണ്. വേറെ ഒന്നും ആലോചിക്കാനില്ല, ഫോക്കൽ ലെങ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൺവേർജ് ചെയ്തു എന്ന് പറയുമ്പോൾ കോൺകേവ് മിറർ ആയിരിക്കും അല്ലേ. ഓക്കെ, കോൺകേവ് മിറർ ആണ്. വേർ ഷുഡ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് സോ ദാറ്റ് സൈസ് ഓഫ് ഇമേജ് ഈക്വൽ ടു സൈസ് ഓഫ് ഒബ്ജക്റ്റ്. എവിടെ വെച്ചാലാണ്, ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. സെൻറ്ററിൽ പ്ലേസ് ചെയ്തതാണ്. സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഫോക്കസിൻ്റെ ഡബിളിലായിരിക്കും, 30 cm കണ്ടോ, 30 cm കറക്റ്റ് ആൻസർ പറയുന്നുണ്ട്. 30 cm ഇൻ ഫ്രണ്ട് ഓഫ് മിറർ. വേറെ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. ഓക്കെ,
ഈ ചാപ്റ്ററിലെ ഭൂരിഭാഗം പോർഷൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഫ്രീ MCQ ടെസ്റ്റും ഫ്രീ റിവിഷൻ നോട്ട്സും ഞങ്ങളുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. സൈറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് മാക്സിമം യൂസ് ചെയ്യുക.